നമസ്കാരം. 2025 ഏപ്രിൽ മാസം 22-ാം തീയതി ചൊവ്വാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ കേൾക്കുവാൻ വേണ്ടി എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. മലയാള രീതിയിൽ പറഞ്ഞാൽ 1200-ാം ആണ്ട് മേടമാസം 9-ാം തീയതിയാണ് ചൊവ്വാഴ്ച ദിവസം. ഇന്ത്യൻ രീതിയിൽ പറഞ്ഞാൽ വൈശാഖ മാസം 2-ാം തീയതിയാണ്. ചൊവ്വാഴ്ച ദിവസം രാവിലെ 6:14 സൂര്യോദയം. ചൊവ്വാഴ്ച ദിവസം വൈകുന്നേരം 6:28 അസ്തമയം. ചൊവ്വാഴ്ച ദിവസത്തെ തിഥി നവമി തിഥിയാണ്. നവമി തിഥി ചൊവ്വാഴ്ച ദിവസം വൈകുന്നേരം 6:07 വരെ ഉണ്ടായിരിക്കും. 6:07 കഴിഞ്ഞാണ് സൂര്യദേവൻ തിരുവനന്തപുരത്തിൻ്റെ പടിഞ്ഞാറ് ചക്രവാളത്തിൽ അസ്തമിക്കുന്നത്. അസ്തമിക്കുന്ന തിഥി എന്ന് പറഞ്ഞാൽ ദശമി തിഥിയാണ്. ചൊവ്വാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ്. തിരുവോണ നക്ഷത്രം ചൊവ്വാഴ്ച ദിവസം ഉച്ചയ്ക്ക് 12:45 വരെ ഉണ്ടായിരിക്കും. പിന്നീട് അവിട്ട നക്ഷത്രമാണ് ആരംഭിക്കുക. അപ്പോൾ ചൊവ്വാഴ്ച ദിവസം 2 നക്ഷത്രം പങ്കിട്ടെടുക്കുന്നു, വിധിച്ചെടുക്കുന്നു. തിരുവോണ നക്ഷത്രവും അവിട്ട നക്ഷത്രവും ചൊവ്വാഴ്ച ദിവസത്തെ വിധിച്ചെടുക്കുന്നു. തിരുവോണ നക്ഷത്രം ചൊവ്വാഴ്ച ദിവസം ഉച്ചയ്ക്ക് 12:45 വരെ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അവിട്ട നക്ഷത്രമാണ് ആരംഭിക്കുക. അവിട്ട നക്ഷത്രം ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:09 വരെ ഉണ്ടായിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ചൊവ്വാഴ്ച ദിവസം 27 നക്ഷത്ര ജാതകരെയും തിരുവോണ നക്ഷത്രവും അവിട്ട നക്ഷത്രവും സ്വാധീനിക്കുന്നു. അപ്രകാരം ചൊവ്വാഴ്ച ദിവസം സൂര്യോദയം മുതൽ ഉച്ചയ്ക്ക് 12:45 വരെ തിരുവോണ നക്ഷത്രം ഉണ്ടല്ലോ. തിരുവോണ നക്ഷത്രം ആരംഭിക്കുന്നത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:39 അറിഞ്ഞുകൊള്ളുക. തിങ്കളാഴ്ച ദിവസം ഉച്ചയ്ക്ക് 12:39 മുതലാണ് തിരുവോണ നക്ഷത്രം ആരംഭിക്കുന്നത്. തിരുവോണ നക്ഷത്രം അവസാനിക്കുന്നത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12:45 അപ്പോൾ ചൊവ്വാഴ്ച ദിവസത്തെ ഉദയാൽപര നക്ഷത്രം തിരുവോണ നക്ഷത്രം. തിരുവോണ നക്ഷത്രപ്രകാരം ചൊവ്വാഴ്ച ദിവസം ഉച്ചയ്ക്ക് 12:45 വരെയുള്ള സമയത്ത് ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ ഏതൊക്കെ നാളുകാർക്കാണ് വന്നു ചേരുക എന്നുള്ളത് പറഞ്ഞു തരാം. തിരുവോണ നക്ഷത്രപ്രകാരം കാർത്തിക, രോഹിണി, അനിഴം, മൂലം, അത്തം, ചിത്തിര, ഉത്രാടം എന്നീ നാളുകാർക്ക് ചൊവ്വാഴ്ച ദിവസം ഉച്ചയ്ക്ക് 12:45 വരെ ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുമെന്ന് ജ്യോതിഷം പറയുന്നു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12:45 വരെ തിരുവോണ നക്ഷത്രപ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം നാളുകാർക്കും തിരുവാതിര, പൂരാടം, തൃക്കേട്ട, പുണർത, മുക്കാല് ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ ചൊവ്വാഴ്ച ദിവസം ഉച്ചയ്ക്ക് 12:45 വരെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കുക എന്നുള്ളതാണ് ജ്യോതിഷം പറഞ്ഞു തരുന്നത്. അപ്പോൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. പലരുടെയും ജീവിതാനുഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ പ്രതികൂലമായ അനുഭവങ്ങളിൽ അവരുടെ ജീവിതം തകർന്ന് തരിപ്പണമായി പോയിട്ടുണ്ട്. ഒരുപാട് പേർ പ്രതികൂലമായ സമയത്ത് അല്ലെങ്കിൽ നക്ഷത്ര ദിവസത്തിൽ ഒരുപാട് കാര്യങ്ങൾ മറ്റാരും പറഞ്ഞാൽ കേൾക്കാതെ ഒരുപാട് കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ചെയ്ത് അവരെല്ലാം പരാജയപ്പെട്ടു പോയി. ലക്ഷക്കണക്കിന് രൂപയൊക്കെ നഷ്ടപ്പെട്ടു പോയവരുടെയൊക്കെ കഥകൾ കേൾക്കുമ്പോൾ ആരും അവർക്കിതിനെക്കുറിച്ചൊന്നും പറഞ്ഞു കൊടുക്കുവാൻ ഇല്ലായിരുന്നല്ലോ. ഒരുപക്ഷെ പറഞ്ഞു കൊടുത്താലും അവർ ആ സമയദോഷത്തിൻ്റെ പുറത്ത് ചിലപ്പോൾ കേൾക്കത്തില്ലായിരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഏതായാലും പ്രിയപ്പെട്ടവർ കേൾക്കുന്നവർ പ്രതികൂലമായ നക്ഷത്ര ദിവസത്തിൽ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊന്നും ചെയ്യരുത്. പ്രത്യേകിച്ച് ധനപരമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ അകപ്പെടരുത്. പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും, ധനനഷ്ടം സംഭവിക്കും, ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പ്രതികൂലമായ അനുഭവങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. നക്ഷത്രത്തിൻ്റെ ബന്ധം വെച്ചാണ് ചില നക്ഷത്രങ്ങൾ പ്രതികൂലമായ ഒരു ബന്ധമാണ് സൃഷ്ടിക്കുന്നത്. അപ്പോൾ നമ്മൾ മറ്റൊരാളുമായിട്ട് സഹകരിക്കുമ്പോൾ വളരെ ആത്മാർത്ഥതയുള്ള വ്യക്തിയാണെന്ന് തോന്നും, സ്നേഹമുള്ള വ്യക്തിയാണെന്ന് തോന്നും. പക്ഷെങ്കിൽ അത് പ്രതികൂലമായ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ട് പോവുക എന്നുള്ളതിൻ്റെ ലക്ഷണമാണെന്നുള്ളത് മനസ്സിലാക്കി ജീവിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പ്രതികൂലം പറഞ്ഞു തരുന്നത്. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കുമെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനിയും ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12:45 മുതൽ അവിട്ട നക്ഷത്രം ആരംഭിക്കുകയാണ്. അവിട്ട നക്ഷത്രപ്രകാരം തിരുവോണം, പൂരാടം, തൃക്കേട്ട, ചിത്തിര, ചോതി, മകയിരം, രോഹിണി ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12:45 മുതൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:09 വരെയുള്ള സമയത്ത് തിരുവോണം, പൂരാടം, തൃക്കേട്ട, ചിത്തിര, ചോതി, മകയിരം, രോഹിണി എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ഈ സമയത്ത് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ ഉത്രാടം, മൂലം, അനിഴം, പുണർതം, പൂയം
ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ പ്രതികൂലമായ ജീവിതാനുഭവങ്ങളോ ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കുക. ചൊവ്വാഴ്ച ദിവസം ഉച്ചയ്ക്ക് 12:45 കഴിഞ്ഞാൽ അവിട്ട നക്ഷത്രമാണ് വന്നു ചേരുക അല്ലെങ്കിൽ ഉദിച്ചു വരിക, ആരംഭിക്കുക. അങ്ങനെ അവിട്ട നക്ഷത്രപ്രകാരമാണ് ഈ പ്രതികൂലമായ അനുഭവങ്ങൾ ഉത്രാടം, മൂലം, അനിഴം, പുണർദം, പൂയം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അത് ചൊവ്വാഴ്ച ദിവസം 12:45 മുതൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:09 വരെയുള്ള സമയം വരെയും പ്രതികൂലമായ അനുഭവങ്ങൾ അവർക്കുണ്ടാകും എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനി പതിവ് പോലെ സംഖ്യാശാസ്ത്രം പറയാം. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ. തീയതി 22 ഒറ്റ സംഖ്യ ആക്കുമ്പോൾ 4 വരും. ഏതൊരു മാസത്തെയും 4, 13, 22, 31 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം. അപ്പോൾ പ്രതികൂലമായ അനുഭവങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടി നിറങ്ങളെ ആശ്രയിക്കുക. അങ്ങനെ നിറങ്ങളെ ആശ്രയിക്കുന്നവർ പച്ച, വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് നല്ല അനുഭവങ്ങൾ വന്നു ചേരും. അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ BKR എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്കൃഷ്ടവും ഉത്തമമായ ജീവിതാനുഭവങ്ങൾ അവർക്ക് വന്നു ചേരുമെന്നും സംഖ്യാജ്യോതിഷം പറയുന്നു. സംഖ്യാജ്യോതിഷത്തിൽ വിശ്വാസമുള്ളവർ ഇക്കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്യുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നല്ല കമൻറ്റുകളൊക്കെ ചെയ്യുക. പോസിറ്റീവ് എനർജി കിട്ടുന്ന ഈ ചാനലിൻ്റെ അഭിവൃദ്ധിക്കും ഉന്നമനത്തിനുമൊക്കെ ഉതകുന്ന വിധത്തിലുള്ള നല്ല കമൻറ്റുകൾ പ്രിയപ്പെട്ടവർ നൽകുക. അങ്ങനെയുള്ളവരെ തീർച്ചയായിട്ടും മഹാദേവൻ അനുഗ്രഹിക്കും. അപ്പോൾ എല്ലാ ദിവസവും മുടങ്ങാതെ കാണുവാനും ശ്രമിക്കുക. ഇനി ചൊവ്വാഴ്ച ദിവസം 2 നക്ഷത്രം വന്നു ചേരുന്നു. 2 നക്ഷത്രം ചൊവ്വാഴ്ച ദിവസം സ്വാധീനിക്കുന്നുണ്ട്. 27 നക്ഷത്ര ജാതകരെയും 2 നക്ഷത്രമാണ് സ്വാധീനിക്കുന്നത്. ഉദയാൽപരം നക്ഷത്രമായിട്ട് വന്നു ചേരുന്ന തിരുവോണ നക്ഷത്രപ്രകാരം ചൊവ്വാഴ്ച ദിവസം ഉച്ചയ്ക്ക് 12:45 വരെ ധനപരമായ നേട്ടമുള്ള നാളുകാരെക്കുറിച്ച് ആദ്യം പറഞ്ഞുതരാം. ഉത്രാടം, അശ്വതി, പൂരുരുട്ടാതി, പുണർദം, രോഹിണി, മകം, അത്തം, വിശാഖം, മൂലം, തിരുവോണം ഇത്രയും നാളുകാർക്ക് ധനപരമായ നേട്ടം ചൊവ്വാഴ്ച ദിവസം ഉച്ചയ്ക്ക് 12:45 വരെ ഉണ്ടായിരിക്കും. ഏതൊക്കെ നാളുകാർക്കാണ്? ഉത്രാടം, അശ്വതി, പൂരുരുട്ടാതി, പുണർദം, രോഹിണി, മകം, അത്തം, വിശാഖം, മൂലം, തിരുവോണം ഇത്രയും നാളുകാർക്ക് ചൊവ്വാഴ്ച ദിവസം ഉച്ചയ്ക്ക് 12:45 വരെ തിരുവോണ നക്ഷത്രപ്രകാരമുള്ള ധനപരമായിട്ടുള്ള നേട്ടം, ധനം കൊടുത്തു വാങ്ങലിനൊക്കെ അനുകൂലമായ ദിവസമാണ്. ധനപരമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം ഉച്ചയ്ക്ക് 12:45 വരെയുള്ള സമയം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കഴിഞ്ഞ ദിവസത്തെ അധ്യായത്തിലും ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. തിങ്കളാഴ്ച ദിവസം ഉച്ചയ്ക്കാണ് ഈ തിങ്കളാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച ദിവസം ഉച്ചയ്ക്ക് 12:39 തിരുവോണ നക്ഷത്രം ആരംഭിക്കുന്നത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12:45 അവസാനിക്കുന്നത്. അപ്പോൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12:45 തിരുവോണ നക്ഷത്രം അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഔട്ട നക്ഷത്രമാണ്. ഔട്ട നക്ഷത്രപ്രകാരം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12:45 മുതൽ ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്ന നാളുകാർ തിരുവോണം, ഭരണി, ഉത്രട്ടാതി, മകയിരം, പൂയം, പൂരം, ചിത്തിര, അനിഴം, പൂരാടം, ഔട്ടം ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ ധനപരമായ നേട്ടം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12:45 മുതൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:09 വരെയുള്ള സമയം നിലനിൽക്കുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ ഈ നാളുകാർ വിജയിക്കും. അവർക്ക് ധനനേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ഈ അധ്യായത്തിൽ പറയുന്ന മറ്റൊരു വിഷയം ലോട്ടറി ഭാഗ്യത്തെക്കുറിച്ചാണ്. ലോട്ടറി ഭാഗ്യം ചൊവ്വാഴ്ച ദിവസം ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ ഇടവക്കൂറിൽപ്പെട്ട കാർത്തികമുക്കാൽ, രോഹിണി, മകിരൻ 2 പാദം നാളുകാർക്ക് പ്രതീക്ഷിക്കാം. മിഥുനക്കൂറിൽപ്പെട്ട മകിരൻ 2 പാദം, തിരുവാതിര, പുണർദം 3/4 നാളുകാർക്ക് പ്രതീക്ഷിക്കാം. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർദം കാല്, പൂയം, ആയില്യം നാളുകാർക്ക് പ്രതീക്ഷിക്കാം. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം കാൽ, അനിഴം, കേട്ട നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ചിന്തിക്കുന്നത് നക്ഷത്രഫലമാണ്. നക്ഷത്രഫലം പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയാം. ചൊവ്വാഴ്ച ദിവസം മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാരുടെ ജീവിതാനുഭവങ്ങൾ എങ്ങനെയാണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അവരെ സംബന്ധിച്ച് മാതൃസുഖം, സമ്പത്ത്, ബന്ധുക്കൾ എന്നിവയിലുള്ള സുഖാനുഭവങ്ങൾ കാര്യമായിട്ടുണ്ടാകുന്നൊരു ദിവസമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. മാതൃസുഖം അല്ലെങ്കിൽ മാതാവിനെ കൊണ്ടുള്ള അനുഭവങ്ങളൊന്നും മെച്ചമായിരിക്കത്തില്ല. സമ്പത്ത്, ധനപരമായിട്ടുള്ള നേട്ടങ്ങളൊന്നും ഉണ്ടാകണമെന്നില്ല. ഭാഗ്യക്കേടുകളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളുടെ സഹകരണം കാര്യമായിട്ടുണ്ടാകണമെന്നില്ല. അങ്ങനെ
സുഖാനുഭവങ്ങൾ കാര്യമായിട്ട് വന്നു ചേരണമെന്നില്ല, മനക്ലേശമൊക്കെ അനുഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അതോടൊപ്പം തന്നെ ഈ ജാതകരെ സംബന്ധിച്ചോളം കുടുംബസുഖവും ധനപരമായ നേട്ടവും പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനിയും ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് നല്ല ആരോഗ്യവും നല്ല പോസിറ്റീവ് എനർജിയും ഒക്കെ ഉള്ളൊരു ദിവസമായിരിക്കും ചൊവ്വാഴ്ച ദിവസം എന്നുള്ളതാണ്. മറ്റാർക്കും ഇവരെ ജയിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള സാമർഥ്യവും തൻ്റെടവും ആരോഗ്യവും ഒക്കെ ഇവർക്കുണ്ടാകുന്നൊരു ദിവസമാണെന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. സുഖവും സമ്പത്തും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ്. യാതൊരുവിധ രോഗങ്ങളോ ശത്രുതകളോ കടബാധകളോ ഒന്നും ഇവരെ അലട്ടുന്ന ദിവസമല്ല. ഏത് പ്രതിസന്ധി വന്നാലും അതിനെയൊക്കെ അതിജീവിക്കാനുള്ളൊരു കരുത്തുണ്ടാകുന്നൊരു ദിവസമാണെന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ചുള്ള പ്രത്യേകത. ഇടവക്കൂറുകാരെ സംബന്ധിച്ചുള്ള പ്രത്യേകത എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ അവർക്കും പ്രതീക്ഷിക്കാവുന്ന സാഹചര്യമാണ്. ഈ ജാതകരെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കഴിഞ്ഞു പോകുന്നൊരു സാഹചര്യവുമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. തൊഴിൽപരമായിട്ടുള്ള സ്ഥിതിയും ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമായിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ ചൊവ്വാഴ്ച ദിവസം ഈ മിഥുനക്കൂറിൽപ്പെട്ടവർക്ക് നിലവിൽ എന്തെല്ലാം രോഗങ്ങളുണ്ടെങ്കിലും അതിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടോ പ്രയാസമൊന്നും ഇവർക്ക് അനുഭവത്തിൽ വന്നു ചേരാത്തൊരു ദിവസമായിരിക്കും എന്നുള്ളതാണ് പ്രത്യേകത. ശത്രുക്കളെ ജയിക്കാനുള്ള സാമർഥ്യമൊക്കെ ഇവർക്കുണ്ടാകും. പക്ഷെങ്കിൽ കുടുംബസുഖമോ ധനപരമായ നേട്ടമൊന്നും കാര്യമായിട്ട് ഉണ്ടാകണമെന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ധനം വന്നു ചേരുമെങ്കിലും കുടുംബസുഖമോ ധനപരമായ നേട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വന്നു ചേരുന്ന ധനം കൊണ്ടുള്ള സന്തോഷമൊന്നും ഇവർക്ക് ഉണ്ടാകണമെന്നില്ല എന്നുള്ളതും ഒരു പ്രത്യേകതയായിട്ട് വന്നു ചേരുന്നൊരു ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. നേട്ടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ഏതെങ്കിലും വിധത്തിലുള്ള രോഗത്താൽ ഭാരപ്പെടുന്നവരാണെങ്കിൽ അവർക്ക് രോഗസൗഖ്യം അല്ലെങ്കിൽ ആ രോഗത്തിൻ്റേതായ ബുദ്ധിമുട്ടുകൾ അവരുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വന്നു ചേരാത്തൊരു ദിവസമായിരിക്കും ഈ ചൊവ്വാഴ്ച ദിവസം എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ശത്രുക്കളെ ജയിക്കാനുള്ള സാമർഥ്യമൊക്കെ ഇവരിൽ ഉണ്ടാകും എന്നുള്ളതും മറ്റൊരു നേട്ടമാണ്. എത്ര ധനം വന്നു ചേർന്നാലും ചിലപ്പോൾ അത് അനുഭവത്തിൽ വന്നു ചേരണമെന്നില്ല. അത് വന്ന വഴിയെ ചിലപ്പം തിരിച്ചു പോകാനും സാധ്യതയുണ്ടെന്നുള്ളതും പ്രത്യേകതയായിട്ട് പറഞ്ഞിരുന്നു. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം, കാല്, പൂയം, ആയില്യം നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിലാണ് ചൊവ്വാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ചൊവ്വ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചൊവ്വ നിൽക്കുമ്പോൾ ശരീരത്തിൽ മുറിവുകളോ വ്രണങ്ങളോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്ന് ജ്യോതിഷം പറയുന്നു. ഭാര്യാസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ക്ലേശം അനുഭവിക്കാൻ സാധ്യതയുണ്ട്. ഭാര്യയും ഭർത്താവ് വന്നു കഴിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ അവർക്ക് വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു സാഹചര്യമാണ് നിലവിലുള്ളതെന്നുള്ളത് കർക്കിടകക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. ദാമ്പത്യ ജീവിതത്തിൽ അത്ര വലിയ മെച്ചപ്പെട്ട അനുഭവങ്ങളൊന്നും ഉണ്ടാകുന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളതെന്നുള്ളതാണ് പ്രത്യേകത. അതുപോലെ തന്നെ കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും വലിയൊരു വിഷയമായിട്ട് വന്നു ചേരാതെ ഒരു സാധാരണ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്ന ദിവസമായിരിക്കും ചൊവ്വാഴ്ച ദിവസം എന്നുള്ളത് കർക്കിടകക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനിയും ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രം, കാൽ നാളുകാർ ചൊവ്വാഴ്ച ദിവസം സൂക്ഷിക്കണം. നേത്രരോഗം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അലസത ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഭാര്യയ്ക്ക് ഭർത്താവിനോ ഏതെങ്കിലും വിഷയം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. വീട് വിട്ട് മാറി താമസിക്കാനുള്ള സാഹചര്യം വന്നു ചേരാം. ധനനഷ്ടം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. വളരെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ്. പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. കേസും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. വളരെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണെന്നുള്ളത് ചിങ്ങക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രം, കാൽ നാളുകാരാണ് ഈ കാര്യം അറിഞ്ഞിരിക്കേണ്ടത്. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര 2 പാദം നാളുകാരെ സംബന്ധിച്ച് സുഖാനുഭവങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. നല്ല ആരോഗ്യമുള്ളൊരു ദിവസമായിരിക്കും. അറിവുള്ളവരെ പോലെ പെരുമാറും. ധനമൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ഐശ്വര്യമൊക്കെ ഉള്ളൊരു ദിവസമായിട്ട് തോന്നും. പക്ഷെങ്കിൽ പുത്രന്മാരുടെ വിഷയത്തിൽ അവരുമായിട്ട് ഏതെങ്കിലും വിധത്തിലുള്ള ഇഷ്ടക്കേടുകളോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒന്നും കൊടുക്കാൻ പറ്റാതെയോ അവരുമായിട്ടൊരു ഇഷ്ടക്കേടിലൊക്കെ എത്തിച്ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അഷ്ടമത്തിൻ്റെ അധിപനായ ചൊവ്വയാണ് 12ാം ഭാവത്തിൽ വന്ന് നിൽക്കുന്നത്. ചൊവ്വ നീചനായിട്ടാണ് നിൽക്കുന്നത്. ചെറിയ രീതിയിലുള്ള ഒരു നീചഭംഗം വന്നു ചേരുന്നത് കൊണ്ട് ചെറിയ രീതിയിലുള്ള സുഖാനുഭവങ്ങളും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം എന്നുള്ളതേ ഉള്ളൂ. വലിയ കാര്യമായിട്ടുള്ള നേട്ടങ്ങളൊന്നും കന്നിക്കൂറുകാർക്ക് അനുഭവത്തിൽ വന്നു ചേരത്തില്ല. പ്രത്യേകിച്ച് അഷ്ടമത്തിൻ്റെ അധിപനായിട്ടാണ് ചൊവ്വ 12ാം ഭാവത്തിൽ നിൽക്കുന്നത്. ചൊവ്വ 12ാം ഭാവത്തിൽ നീചഭംഗ രാജയോഗം ചെയ്തു നിന്നാൽ ഒരുപാട് നേട്ടങ്ങളൊക്കെ കന്നിക്കൂറുകാർക്ക് വന്നു ചേർന്നേനെയും. പക്ഷേങ്കിൽ ഇവിടെ അങ്ങനെ വലിയൊരു നേട്ടമൊന്നും ചൊവ്വാഴ്ച ദിവസം കന്നിക്കൂറുകാർക്ക് വാരിക്കൂരി കൊടുക്കുന്നൊരു ദിവസമല്ല. എങ്കിലും ഒരു സാധാരണ ജീവിതാനുഭവത്തിൽ കൂടി കടന്നു പോകുമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനിയും തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്തിര 2 പാദം,
ചോതി വിശാഖം മുക്കാൽ നാളുകാർ സ്വന്തം പ്രയത്നം കൊണ്ട് ഉയർച്ച നേടുന്നൊരു ദിവസമായിരിക്കും ചൊവ്വാഴ്ച ദിവസം. ധനപരമായിട്ടുള്ള നേട്ടവും പ്രതാപവും ഐശ്വര്യമൊക്കെ ഉണ്ടാകും. വിജയം കൈവരിക്കാൻ അനുകൂലമായൊരു ദിവസമാണ്. അപ്പോൾ അങ്ങനെ ഭൂമി കൊണ്ടുള്ള ലാഭമൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. നേട്ടങ്ങൾ തന്നെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമായിരിക്കും ചൊവ്വാഴ്ച ദിവസം. അതിനുവേണ്ടി പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും വിജയം കൈവരിക്കാൻ പറ്റുന്നൊരു ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം എന്നുള്ളത് തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖം മുക്കാൽ നാളുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം കാലാനുജം കേട്ട നാളുകാർ ഭാഗ്യം കൊണ്ട് പ്രസിദ്ധി ഉണ്ടാകുന്നൊരു ദിവസമാണ്. ധനസമൃദ്ധിയും ഭാഗ്യാനുഭവങ്ങളും ഒക്കെ അവർക്കുണ്ടാകുന്നൊരു ദിവസമാണ്. നേട്ടങ്ങൾ, കുടുംബസുഖവും ധനപരമായ നേട്ടവും ദാമ്പത്യ ജീവിത വിജയം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിലും അവർക്ക് നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ഭാഗ്യം കൊണ്ട് പ്രസിദ്ധി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. എന്നാൽ പിതാവിനോട് ചിലർക്കൊക്കെ ഇഷ്ടക്കേട് തോന്നാം, അല്ലെങ്കിൽ പിതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നും ജ്യോതിഷം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നേട്ടങ്ങളൊക്കെ വന്നു ചേർന്നാൽ പോലും പിതാവിനെ കൊണ്ടോ അല്ലെങ്കിൽ സഹോദരനെ കൊണ്ടുള്ള ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ ഈ ജാതകർക്ക്, സഹോദരൻ മുഖേനയോ പിതാവ് മുഖേനയുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഈ ജാതകർക്ക് വന്നു ചേരുവാനും, അപ്പോൾ അതുവഴി ഉണ്ടായ നേട്ടങ്ങളിൽ കുറേ കാര്യങ്ങളൊക്കെ, നേട്ടങ്ങളുടെ ഒരു ഭാഗം ഇവർക്ക് വേണ്ടി ചെലവഴിക്കുവാനും സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതാണ് ജ്യോതിഷത്തിൻ്റെ അഭിപ്രായം. അപ്പോൾ ഭാഗ്യം കൊണ്ട് പ്രസിദ്ധരാകും. ധനപരമായ നേട്ടം, കാര്യവിജയമൊക്കെ അവർക്കുണ്ടാകും. കുടുംബസുഖവും ധനപരമായ നേട്ടം, ദാമ്പത്യ ജീവിതമൊക്കെ ഉണ്ടായാൽ പോലും അതിൻ്റേതായ നേട്ടങ്ങളുടെ പൂർണ്ണമായിട്ടും ആസ്വദിച്ച് അനുഭവിച്ച് ജീവിക്കാൻ പറ്റാതെ പിതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അത് മുഖേന ടെൻഷൻ അടിക്കുവാനോ അല്ലെങ്കിൽ സഹോദരന് ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികൾ വന്നു ചേർന്ന് അത് മുഖേന ടെൻഷൻ അടിക്കാനോ ഒക്കെ ഉണ്ട് സാധ്യതയുണ്ടെന്നാണ് വൃശ്ചികക്കൂറുകാരുടെ നക്ഷത്രഫലമായിട്ട് പറഞ്ഞു തരുവാനുള്ളത്. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് അഷ്ടമത്തിലാണ് ചൊവ്വ നിൽക്കുന്നത്. ധനത്തിന് ബുദ്ധിമുട്ടുണ്ടാകുവാൻ സാധ്യതയുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ശത്രുതകൾ മൂലമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ബന്ധുക്കൾ ശത്രുക്കളായി തീരുവാൻ സാധ്യതയുണ്ട്. സ്വന്തക്കാരും സുഹൃത്തുക്കളും ഒക്കെ ചതിക്കാനും വഞ്ചിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ധനുക്കൂറുകാർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. കുടുംബസുഖമോ ധനപരമായ നേട്ടമൊന്നും കാര്യമായിട്ടുണ്ടാകാത്തൊരു ദിവസമായിരിക്കും. അപ്പോൾ അങ്ങനെ വലിയ നേട്ടങ്ങളൊന്നും വന്നു ചേരാതെ സൂക്ഷിക്കേണ്ട, അല്ലെങ്കിൽ പ്രതികൂലമായ ജീവിത സാഹചര്യങ്ങളിൽ അകപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ദിവസമാണ്. അതുകൊണ്ട് സൂക്ഷിക്കണം എന്നുള്ളതാണ് പറഞ്ഞു തരുവാനുള്ളത്. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടം 2 പാദം നാളുകാരെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിതത്തിൽ സുഖക്കുറവൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേങ്കിൽ ഇവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ചൊവ്വയെ വീക്ഷിക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കടന്നു പോകും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ചിലരുടെയൊക്കെ ജീവിതത്തിൽ കലഹവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളാണ് കൂടുതലായിട്ടും വന്നു ചേരുവാൻ സാധ്യതയുള്ളൂ. കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും വലിയ തരക്കേടില്ലാതെ പോകുന്നു. തൊഴിൽപരമായിട്ടുള്ള നേട്ടം അനുകൂലമായി നിൽക്കുന്നു. പക്ഷേങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസമോ പ്രശ്നമോ കലഹത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധിക്കോ സാധ്യതയുണ്ടെന്നുള്ള തിരിച്ചറിവോടുകൂടി ജീവിക്കുക. അപ്പോൾ ഇതാണ് മകരക്കൂറുകാരോട് പറഞ്ഞു തരുവാനുള്ള നക്ഷത്രഫലം. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടം 2 പാദം ചതയം പൂർട്ടാതി മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ആരെയും കൂസാതെ ഭയമില്ലാതെ ജീവിക്കുന്നൊരു ദിവസമായിരിക്കും. കീർത്തിയും പ്രഭുത്വവും ഒക്കെ ഇവരെ തേടി വരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. അപ്പോൾ അങ്ങനെ ഈ ജാതകരെ സംബന്ധിച്ച് സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേന അവരുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസവും കൂടിയാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക. അപ്പോൾ അവർക്ക് നേട്ടങ്ങൾ തന്നെ ഉണ്ടാകുന്നൊരു ദിവസമാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ആരെയും ഭയപ്പെടാതെ, ആരെയും കൂസാതെ ഏത് കാര്യവും തൻ്റെ അടുത്തോടു കൂടി ചെയ്ത് ജീവിത വിജയം നേടും. അങ്ങനെ കീർത്തിയും പ്രശസ്തിയും ഇവരെ തേടി വരുവാൻ സാധ്യതയുണ്ട്. പക്ഷെങ്കിൽ ആപത്തനർത്ഥങ്ങൾക്കും സാധ്യതയുണ്ടെന്നുള്ളതും പറയുന്നുണ്ടെന്ന്. ശരീരത്തിൽ മുറിവിൻ്റെയോ ചതവിൻ്റെയോ ഒക്കെ അനുഭവം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കണമെന്നും പറയുന്നു. അപ്പോൾ ഇതാണ് കുംഭക്കൂറുകാരോട് പറഞ്ഞു തരുവാനുള്ള നക്ഷത്രഫലം. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതി, കാൽ, ഉത്രട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ച് അവർക്ക് പുത്രന്മാരെ കൊണ്ടുള്ള കാര്യമായിട്ടുള്ള നേട്ടമൊന്നും ഉണ്ടാകണമെന്നില്ല. സുഖാനുഭവങ്ങൾക്കൊക്കെ കുറവ് വരും. ധനസ്ഥിതിയൊന്നും അത്ര മെച്ചമായിരിക്കത്തില്ല. അപ്പോൾ ചിലപ്പോഴൊക്കെ ധനത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് ധർമ്മം പിടിഞ്ഞ് ധനമൊക്കെ നേടുവാനുള്ള ഒരു ചിന്താഗതി ഉണ്ടാകും. മറ്റുള്ളവരോട് അസൂയ തോന്നുവാൻ സാധ്യതയുണ്ട്. മനക്ലേശം അനുഭവിക്കാൻ സാധ്യതയുണ്ട്. ദേഷ്യം വരാൻ സാധ്യതയുണ്ട്. ഭാര്യയ്ക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവർക്ക് പുത്രന്മാരെ കൊണ്ടുള്ള ദുഃഖമാണ് കൂടുതലായിട്ടും വന്നു ചേരുവാൻ സാധ്യതയുള്ളത്. അതായത് മീനക്കൂറുകാർക്ക് പുത്ര ദുഃഖമാണ് കൂടുതലായിട്ടും വന്നു ചേരുവാൻ സാധ്യതയുള്ളത്. എങ്കിലും വലിയ പ്രതിസന്ധി ഒന്നും ഉണ്ടാകത്തില്ല. കാരണം ഈ ചൊവ്വയെ ചന്ദ്രൻ വീക്ഷിക്കുന്നതുകൊണ്ട്
വലിയ പ്രതിസന്ധികളൊന്നും വന്നു ചേരാതെ ചെറിയ രീതിയിലുള്ള ഒരു മനോവിഷമം മക്കളെ കൊണ്ടൊക്കെ അനുഭവിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു അറിവാണ് പറഞ്ഞു തരുവാനുള്ളത്. അപ്പോൾ ആ കാര്യത്തിൽ സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. മനക്ലേശത്തിനൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമാണെന്നുള്ളതും അറിഞ്ഞ് ജീവിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായിട്ട് ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവച്ചത്. ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം.